നമസ്കാരം. സമാധാന ചർച്ചകൾക്കിടെ വീണ്ടും ആക്രമണം നടന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒമാനിൽ ചരക്ക് കപ്പലിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ദഹ് തീരത്തിന് സമീപമാണ് ആക്രമണം. സിംഗപ്പൂർ പതാക ഘടിപ്പിച്ച ചരക്കു കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിന് കേടുപാടുകൾ ഉണ്ടായെന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. കപ്പൽ ജീവനക്കാർക്ക് പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്. ഇറാനും യുഎസും ഇടക്കാല സമാധാന കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം ആദ്യമായാണ് ഹോർമുസ് കടലിടുക്കിൽ കപ്പലിനു നേരെ ആക്രമണമുണ്ടാകുന്നത്. സമാധാന കരാർ നിലവിൽ വന്നതിനു ശേഷം ഹോർമുസ് മാർഗമുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലായിരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സുരക്ഷിത യാത്രയ്ക്കായി ഒമാൻ പ്രഖ്യാപിച്ച പുതിയ കപ്പൽപാത അംഗീകരിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ഇറാനുമായി കൂടിയാലോചിക്കാതെയുള്ള നടപടിയാണിതെന്നും ആരോപണമുണ്ട്. നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത കപ്പലുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമുസിൽ ഇറാൻ നിശ്ചയിച്ച പാതയല്ലാതെ പുതിയ പാത വഴിയുള്ള യാത്ര അപകടകരമായിരിക്കുമെന്ന് ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ നിയന്ത്രണ പരിധിക്ക് പുറത്തുള്ള പുതിയ കപ്പൽപാത വഴി ലൈബീരിയയുടെ എണ്ണക്കപ്പൽ ഹോർമുസ് കടന്നതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. ഹോർമുസ് കടക്കാൻ ഫീസോ ടോളോ ഈടാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. അതേസമയം ഹോർമുസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ അറിയിച്ചു. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ നീക്കം. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.